PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. KAS, കേരള PSC തുടങ്ങിയ എക്സാമുകൾക്കായി കേരള ചരിത്രം A. ശ്രീധരമേനോൻ്റെ വായിക്കേണ്ടതായിട്ടുണ്ട്. അതിനായി A. ശ്രീധരമേനോൻ്റെ കേരള ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. പ്രത്യേകം പ്ലേലിസ്റ്റിലായി നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. ക്രമമായി തന്നെ പ്ലേലിസ്റ്റിൽ ലഭ്യമായിരിക്കും. ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക. അധ്യായം 1, ഭൂമിശാസ്ത്ര പശ്ചാത്തലം. കേരളം പണ്ടുപണ്ടേ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ഇന്ത്യയുടെ സാമാന്യ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് കേരളത്തിൻ്റെ ചരിത്രം. കേരളത്തിൻ്റെ സംസ്കാരമാകട്ടെ നാനാഭാവ വിശാലമായ ഭാരതീയ സംസ്കാരത്തെ സമ്പന്നമാക്കിപ്പോന്ന മുഖ്യധാരകളിൽ ഒന്നും. അതേസമയം ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും സ്വതന്ത്രമായ ഒരസ്തിത്വം അതിപ്രാചീന കാലം മുതലേ കേരളം പുലർത്തിപ്പോന്നിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേക സ്ഥിതിയും പ്രകൃതിലബ്ധമായ സവിശേഷതകളും കേരളത്തിന് സുവ്യക്തമായ ഒരു വ്യക്തിത്വം നൽകിയിരിക്കുന്നു. കിഴക്ക് പശ്ചിമഘട്ടങ്ങൾക്കും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലായി ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് തെക്ക് വടക്ക് നീളത്തിൽ കിടക്കുന്ന ഭൂഭാഗമാണല്ലോ കേരളം. ഭൂമിശാസ്ത്രപരമായ ഈ നില ഇന്ത്യയുടെ ഇതര ദേശങ്ങളിൽ നിന്ന് രാഷ്ട്രീയമായും സാംസ്കാരികമായും കുറഞ്ഞൊന്നൊഴിഞ്ഞ് കഴിയാനും വിദേശ രാജ്യങ്ങളുമായി വിപുലവും സജീവവുമായ ബന്ധങ്ങൾ പുലർത്താനും കേരളത്തെ സഹായിച്ചിട്ടുണ്ടെന്ന വസ്തുത ഒരു കടങ്കഥ പോലെ തോന്നും. ചരിത്രവുമായി ബന്ധപ്പെട്ടിടത്തോളം കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു പഠനം ഈ പ്രകരണത്തിൽ പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നു. ഭൂവിഭാഗങ്ങൾ. കേരളം 8 ഡിഗ്രി 18 മിനിറ്റ്, 12 ഡിഗ്രി 48 മിനിറ്റ് എന്നീ ഉത്തരാക്ഷാംശങ്ങൾക്കിടയിൽ, 74 ഡിഗ്രി 52 മിനിറ്റ്, 77 ഡിഗ്രി 24 മിനിറ്റ് എന്നീ പൂർവ്വ രേഖാംശങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. 15,000 ചതുരശ്ര മൈൽ 38,855 ചതുരശ്ര കിലോമീറ്റർ ആണ് ആകെ വിസ്തീർണം. സമുദ്രതീരം 360 മൈലോളം നീണ്ടുകിടക്കുന്നു. മലനാട്, ഇടനാട്, സമതലം എന്നിങ്ങനെ ഭൂമിയെ സ്ഥൂലദൃഷ്ട്യാ 3 വിഭാഗങ്ങളാക്കി തിരിക്കാം. കിഴക്കേ അതിർത്തിയിൽ കിടക്കുന്ന സഹ്യപർവ്വത നിരയാണ് മലനാട്. പർവ്വതത്തിൻ്റെ ഉന്നത തലങ്ങൾ ഇടതൂർന്ന വനങ്ങളാൽ ആവൃതമാണ്. മലഞ്ചെരിവുകളിലെ വനഭൂമികളിൽ ഇടയ്ക്കിടെ തോട്ടങ്ങൾ കാണാം. പടിഞ്ഞാറ് കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം സമതലമാണ്. മണൽ നിറഞ്ഞതാണ് ഈ ഭാഗത്തെ മണ്ണ്. ഇവിടെ സമൃദ്ധിയായി വളരുന്ന തെങ്ങുകൾ ഭൂമിയെ ഒരിക്കലും മായാത്ത ഹരിതഭംഗി അണിയിക്കുന്നു. സമതല പ്രദേശത്ത് വിപുലമായ നെൽകൃഷിയുമുണ്ട്. മലനാടിനും സമതലത്തിനും ഇടയ്ക്കാണ് ഇടനാട്. മണ്ണിൽ ചെങ്കല്ലിൻ്റെ കലർപ്പുള്ള ഈ മേഖലയിൽ ഒറ്റപ്പെട്ട കുന്നുകൾ താഴ്വരകളെ അവിടവിടെ തടഞ്ഞു നിർത്തുകയും സമഭൂമികൾ വനാച്ഛിതമായ ഗിരിപാർശ്വങ്ങളിൽ അവസാനിക്കുകയും ചെയ്യുന്നു. നെല്ല്, മരച്ചീനി, സുഗന്ധദ്രവ്യങ്ങൾ, കശുവണ്ടി തുടങ്ങിയ കാർഷികോൽപ്പന്നങ്ങളാൽ സമൃദ്ധമാണ് ഈ ഭാഗം. ഉയർന്ന മലമ്പുറങ്ങളിൽ വിശാലമായ തേയിലത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും ഉണ്ട്. മലയിറക്കങ്ങളിൽ കുരുമുളക്, റബ്ബർ, ഇഞ്ചി, മഞ്ഞൾ എന്നിവ തഴച്ചു വളരുന്നു. ഭൂമിശാസ്ത്രപരമായ നില. അറബിക്കടലിനും സഹ്യപർവ്വതത്തിനും ഇടയിൽ ഇടുങ്ങിക്കിടക്കുന്ന കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ നില അതിൻ്റെ ചരിത്രഗതിയെ സാരമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയെ പ്രകമ്പനം കൊള്ളിക്കാറുണ്ടായിരുന്ന രാഷ്ട്രീയ ക്ഷോഭങ്ങളിൽ നിന്നും സുരക്ഷിതമായി ഒഴിഞ്ഞു നിൽക്കാൻ സഹായകമായ ഒരു പൃഥഗ്ഭാവം ചരിത്രാരംഭ കാലം മുതൽക്കേ കേരളത്തിനുണ്ട്. ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിലുണ്ടായ വിദേശീയ ആക്രമണങ്ങളുടെ കെടുതികൾ കേരളത്തിന് അധികമൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. ആര്യ, ബൗദ്ധ, ജൈനന്മാർ വടക്കുനിന്ന് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ കടന്ന് വളരെക്കാലം കഴിഞ്ഞിട്ടേ കേരളത്തിൽ എത്തിയുള്ളൂ. വെളിയിൽ നിന്നുള്ള വമ്പിച്ച കൈക്കടത്തലുകളാൽ ഛിന്നഭിന്നമാകാതെ പ്രത്യേകമായ ജീവിത രീതിയും സാമൂഹിക സ്ഥാപനങ്ങളും പടുത്തുയർത്താൻ കേരളത്തിന് കഴിഞ്ഞു. മരുമക്കത്തായം,
ബഹുഭർതൃത്വം മുതലായ സവിശേഷ സാമൂഹികാചാരങ്ങളുടെ വികാസത്തിനും ഈ പ്രത്യേകത സഹായകമായി. എവിടെയും മക്കത്തായികളാണല്ലോ ബ്രാഹ്മണരും മുസ്ലിങ്ങളും. എന്നാൽ കേരളത്തിൽ അവരുടെ ഇടയിൽ പോലും മരുമക്കത്തായം പിന്തുടരുന്നവരെ കാണാം. പയ്യന്നൂർ ഗ്രാമത്തിലെ നമ്പൂതിരിമാരും വടക്കേ മലബാറിലെ മാപ്പിളമാരും ഇതിനുദാഹരണമാണ്. പല അംശങ്ങളിലും ഇന്ത്യയുടെ ഇതര ദേശങ്ങളിലേതിൽ നിന്ന് വ്യത്യസ്തമായി കലകളുടെയും വാസ്തുശില്പത്തിൻ്റെയും വ്യക്തിത്വ ഭാസുരമായ സ്വന്തം ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ കേരളത്തിന് സാധിച്ചു. കഥകളി, ചാക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ, മോഹിനിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ കേരളത്തിൻ്റെ സ്വതന്ത്രാന്തരീക്ഷത്തിൽ വികസിച്ചു വന്നവയാണ്. സംസ്കാരങ്ങളുടെ പരസ്പര സമ്പർക്കത്തെയും അയൽപ്പക്കങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളെയും നിശേഷം ഒഴിവാക്കിക്കൊണ്ടായിരുന്നില്ല കേരളത്തിൻ്റെ ഒറ്റപ്പെട്ടുള്ള ഈ നില. അദ്വൈത മതസ്ഥാപകനായ ശങ്കരാചാര്യർ 788-820 കാലഘട്ടം ആ വിദൂര ഭൂതകാലത്തിൽ, അതായത് AD 9-ാം ദശകത്തിൽ വേദാന്ത പ്രചരണാർത്ഥം നടത്തിയ ജൈത്രയാത്രയ്ക്ക് മേൽപ്പറഞ്ഞ ഭൂമിശാസ്ത്രപരമായ പ്രതിബന്ധങ്ങൾ ബാധകമായിരുന്നില്ലല്ലോ. അതിപുരാതന കാലം മുതൽക്കേ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ഭൂപ്രകൃതിയുടേതായ വൈഷമ്യങ്ങളെ വകവയ്ക്കാതെ തന്നെ സഹ്യപർവ്വതത്തിന് ഇരു പാർശ്വങ്ങളിലുമുള്ള വിസ്തൃത തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചു പോരുന്നു. അയൽപ്പക്കത്തുള്ള തമിഴ്നാട്ടിലും കർണാടക പ്രദേശത്തും ആധിപത്യം നേടിയ വിവിധ ശക്തികളുടെ ആക്രമണ പരിപാടിയിൽ എല്ലായ്പ്പോഴും കേരളം ഉൾപ്പെട്ടിരുന്നു. പ്രാചീന കാലത്ത് ചാലൂക്യരും രാഷ്ട്രകൂടരും പാണ്ഡ്യരും ചോളരും പല പ്രാവശ്യം കേരളത്തെ ആക്രമിച്ചിട്ടുണ്ട്. അനന്തരകാലത്ത് വിജയനഗരത്തിലെയും മൈസൂരിലെയും ഭരണാധികാരികൾ കേരളത്തിലേക്ക് അക്രമാസക്തമായ പടയോട്ടം നയിക്കുകയുണ്ടായി. വേണാട്ടു രാജാവായ രവിവർമ്മ കുലശേഖരൻ 1299 മുതൽ 1314 വരെയായിരുന്നു കാലഘട്ടം കാഞ്ചീപുരം വരെ ദിഗ്വിജയം നടത്തി ദക്ഷിണ ഭാരത ചക്രവർത്തിയായി അഭിഷേകം ചെയ്തു. തെക്കൻ കാനറയിലെ ബദ്നോർ നായിക്കന്മാർ, ഇക്കേരി നായിക്കന്മാർ എന്നും അറിയപ്പെടുന്നു, 17ഉം 18ഉം നൂറ്റാണ്ടുകളിൽ കുറേ കാലം ഉത്തര കേരളത്തിലെ ഹോസ്ദുർഗ്, കാസർഗോഡ് പ്രദേശങ്ങളിൽ ആധിപത്യം പുലർത്തുകയുണ്ടായി. ഹോസ്ദുർഗ്, ബേക്കൽ, കൽനാട്, കുമ്പള എന്നീ ചരിത്രപ്രസിദ്ധങ്ങളായ കോട്ടകൾ അവരുടെ ഭരണത്തിൻ്റെ സ്മാരകങ്ങളായി ഇപ്പോഴും നിലനിൽക്കുന്നു. തമിഴ്, കർണാടക ദേശങ്ങളുമായുണ്ടായിരുന്ന ബന്ധം കേരളത്തിൻ്റെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പരിണാമത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ഭാഷയിൽ തമിഴിൻ്റെയും വടക്കേ അറ്റത്തെ ഭാഷയിൽ കന്നഡത്തിൻ്റെയും അതിപ്രസരം കാണാം. ഏറ്റവും തെക്കും വടക്കുമുള്ള കേരളീയരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടിൻ്റെയും കർണാടക ദേശത്തിൻ്റെയും പ്രേരണയുടെ പാടുകൾ പതിഞ്ഞുകിടക്കുന്നു. കേരളത്തിലെ ക്ഷേത്ര നിർമ്മാണത്തിലും പ്രതിമാശില്പത്തിലും പല്ലവ, ചാലൂക്യ, വിജയനഗര ശൈലികൾ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിലും സമീപ പ്രദേശങ്ങളിലും തമിഴ്നാടിൻ്റെ സ്വാധീനത പ്രകടമാണ്. മധുര മീനാക്ഷിക്ക് സമർപ്പിച്ചിട്ടുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. മീനാക്ഷി ദേവിയിൽ നിന്നാണ് മീനച്ചിൽ താലൂക്കിന് ആ പേര് തന്നെ കിട്ടിയത്. മീനാക്ഷി തമിഴ്നാട്ടുകാർക്ക് മീനാച്ചിയാണല്ലോ. കന്യാകുമാരി, തിരുനെൽവേലി, മധുര, കോയമ്പത്തൂർ, കുടക്, മൈസൂർ, തെക്കൻ കാനറ എന്നിങ്ങനെ അതിർത്തിയിലെ അയൽ ജില്ലകളുമായുള്ള കേരളത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് ചരിത്രദൃഷ്ട്യാ നിർവഹിക്കുന്ന ഒരു പഠനം കൂടി യഥാർത്ഥത്തിൽ കേരള ചരിത്രത്തിൻ്റെ വ്യാപ്തിയിൽ പെടുന്നുണ്ട്. പർവ്വതങ്ങളും മലകളും. കേരളത്തിലെ പർവ്വതങ്ങൾക്കും മലകൾക്കും ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരു നല്ല പങ്കുണ്ട്. കിഴക്കേ അതിർത്തി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മിക്കവാറും അച്ഛിന്നമായ ഒരു കോട്ട പോലെ നിലകൊള്ളുന്ന സഹ്യപർവ്വതം കേരളത്തിലെ ജനങ്ങളെ ശതവർഷങ്ങളായി ഒരു സുരക്ഷിത ജീവിതം നയിക്കാൻ സഹായിച്ചു പോരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി മുതൽ 8000-ൽ അധികം അടി വരെ ഉയർന്നു കിടക്കുന്നു ഈ പർവ്വതനിര. ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിലുള്ള ആനമുടിക്ക് 8841 അടി പൊക്കമുണ്ട്.
ഇതിൽ ഇന്ത്യയിൽ ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയർന്നു കിടക്കുന്ന ഭാഗം ആനമുടിയാണ്. ഐതിഹ്യത്തിൽ അഗസ്ത്യമുനിയുമായി ബന്ധപ്പെട്ടതും സഹ്യപർവ്വതത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കൊടുമുടിയുമായ അഗസ്ത്യകൂടം സമുദ്രനിരപ്പിൽ നിന്ന് 6132 അടി ഉയർന്നു നിൽക്കുന്നു. സഹ്യനോട് ചേർന്ന മലകളും കൊടുമുടികളും കൂടാതെ ഇടനാടിലും സമതല പ്രദേശത്തും ഒറ്റപ്പെട്ട് അവിടവിടെയായി പല മലകൾ കാണാം. രാഷ്ട്രീയവും സാംസ്കാരികവുമായ വീക്ഷണത്തിൽ പ്രാധാന്യമുള്ളവയാണ് ചില മലകൾ. വടക്കേ മലബാറിൽ കണ്ണൂരിൽ നിന്ന് ഏതാനും നാഴിക വടക്കുമാറി കടൽക്കരയിൽ ശ്രദ്ധാർഹമാം വിധം ഒറ്റപ്പെട്ട് കടലിലേക്ക് ഉന്തി നിൽക്കുന്ന ഏഴിമല ക്രിസ്തുവർഷത്തിൻ്റെ ആദ്യ ശതകങ്ങളിൽ അഭിവൃദ്ധി നേടിയ ഒരു രാജസ്ഥാനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു. അത് ആദ്യകാലം മുതൽക്കേ കപ്പലോട്ടക്കാർക്ക് സുപ്രസിദ്ധമായ ഒരതിർത്തിക്കുറ്റിയായി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. തലശ്ശേരി താലൂക്കിലെ പുരളിമല ബ്രിട്ടീഷ് കാലത്തെ പഴശ്ശി വിപ്ലവത്തിൽ വിധിനിർണായകമായ പങ്കുവഹിക്കുകയുണ്ടായി. രാജസ്ഥാന്റെ ചരിത്രത്തിൽ ആരവല്ലി മലകൾക്കുള്ള പ്രാധാന്യം കേരള ചരിത്രത്തിൽ പുരളിമലയ്ക്കുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ചിലത് മലകളുടെ മുകളിലോ താഴ്വരകളിലോ ആണ് സ്ഥിതി ചെയ്യുന്നത്. വടക്കേ വയനാട് താലൂക്കിലെ തിരുനെല്ലി ക്ഷേത്രം 5276 അടി ഉയരമുള്ള ബ്രഹ്മഗിരി കൊടുമുടിയുടെ താഴ്വരയിലാണ്. പീരുമേട് താലൂക്കിൽ 3790 അടി പൊക്കമുള്ള ശബരിമലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വിഖ്യാതമായ ശാസ്താ ക്ഷേത്രമാണ് കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം. ആലുവ താലൂക്കിൽ മലയാറ്റൂർ മലയുടെ 1500 അടി ആലുവ താലൂക്കിൽ മലയാറ്റൂർ മലയുടെ മുടിയിലുള്ള സെന്റ് തോമസ് പള്ളി ഈ സംസ്ഥാനത്തിലെ മുഖ്യമായ ക്രിസ്തീയ തീർത്ഥാടന സങ്കേതങ്ങളിൽ ഒന്നാണ്. അങ്ങനെ കേരളത്തിലെ പർവ്വതങ്ങൾക്കും മലകൾക്കും ബഹുജനങ്ങളുടെ സങ്കല്പത്തിൽ മതത്തിൻ്റെതായ പരിവേഷമുണ്ട്. അവ പ്രാദേശിക ഭദ്രതയും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിലും വമ്പിച്ച പ്രാധാന്യം വഹിക്കുന്നു. സഹ്യപർവ്വതം വെളിയിൽ നിന്നുള്ള ആക്രമണകാരികളുടെ വലിയ തള്ളിക്കയറ്റങ്ങൾ ഒഴിവാക്കുകയും അങ്ങനെ നൈസർഗികമായ ഒരു രക്ഷാദുർഗമായി നിൽക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ സമുദ്രതീരത്ത് കപ്പലിറങ്ങിയ പോർച്ചുഗീസുകാർക്ക് ഭാരതോപദ്വീപിൻ്റെ ഉൾപ്രദേശങ്ങളുമായി ബന്ധപ്പെടുന്നതിൽ സഹ്യപർവ്വതം പ്രതിബന്ധമായി നിൽക്കുകയാൽ അവർക്ക് ഇന്ത്യയിൽ ഒരു സ്ഥിര സാമ്രാജ്യം സ്ഥാപിക്കുവാൻ സാധിക്കാതെ പോയി. കിഴക്കൻ തീരത്ത് വന്നിറങ്ങിയ ഇംഗ്ലീഷുകാരുടെ നിലയാകട്ടെ പോർച്ചുഗീസുകാരുടേതിനേക്കാൾ മെച്ചമായിരുന്നു എന്ന വസ്തുതയും ഇവിടെ സ്മരണീയമാണ്. മലമ്പാതകൾ കേരളത്തിന് അയൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടാൻ സൗകര്യമുണ്ടാക്കിക്കൊടുത്ത സഹ്യപർവ്വതത്തിലെ ചില ചുരങ്ങളെക്കുറിച്ചുകൂടി ഇവിടെ പറയേണ്ടതുണ്ട്. 20 മൈൽ വീതിയുള്ള പാലക്കാട് ചുരമാണ് ഇവയിൽ വലുത്. ഈ പിളർപ്പുണ്ടാക്കിയത് പ്രകൃതിയുടെ ഏത് ശക്തിയായാലും ശരി, അദൃശ്യമായ ഒരു മഹാപ്രളയം ആർത്തിരമ്പി വലത്തോട്ടും ഇടത്തോട്ടും അടിച്ചാലെന്ന പോലെ ഇവിടെ മലകൾ പിന്നോക്കം തെറിച്ച് കൂമ്പാരം കൂടി കിടക്കുന്നു. രാക്ഷസീയ പ്രഭാവമാർന്ന നീലഗിരി മലകളും ആനമലകളും പശ്ചിമ പർവ്വത ശൃംഖലയിൽ അനേകായിരം അടി നീളത്തിൽ ഇരു പാർശ്വങ്ങളിലും ഉയർന്നു നിൽക്കവേ ഈ പഴുതിലൂടെ തെക്കുപടിഞ്ഞാറൻ കാറ്റ് കോയമ്പത്തൂരിൻ്റെ ദാഹാർത്തമായ സമതലങ്ങൾക്ക് കുളിർക്കാറ്റും മഴയും എത്തിക്കുന്നു. ഈ ചുരത്തിലൂടെ റോഡും തീവണ്ടിപ്പാതയും കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നു. ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ നിന്നുറവയെടുക്കുന്ന ആയിരക്കണക്കിന് അരുവികൾ ഇതിലെ കടലിലേക്ക് ഒഴുകുന്നു. കിഴക്കും പടിഞ്ഞാറുമുള്ള സംസ്ഥാനങ്ങൾ അവയുടെ ഉൽപ്പന്നങ്ങൾ കൈമാറുന്നതും ഈ പാതയിലൂടെയാണ്. മറ്റെങ്ങും ശൈഥില്യമില്ലാതെ 600 മൈൽ കേരളത്തിൽ കിടക്കുന്ന ഒരു സമുന്നത പർവ്വതദുർഗത്തിൽ ഇവിടെ മാത്രം കാണുന്ന ഈ വിടവിൻ്റെ പ്രാകൃതിക ഭൂമിശാസ്ത്ര സ്പർശിയായ എതിരറ്റ സ്വഭാവ സവിശേഷത്തിന് തുല്യമെന്നു പറയാൻ ഇരുവശങ്ങളിലെയും രാജ്യങ്ങളെ സംബന്ധിക്കുന്ന അതിൻ്റെ മഹത്തായ സാമ്പത്തിക മൂല്യം മാത്രമേ ഉള്ളൂ. പാലക്കാട് ചുരത്തിനു പുറമെ
കേരളത്തിലെ കുടകുമായി ബന്ധിപ്പിക്കുന്ന പേരമ്പാടി ചുരവും വയനാട്ടിൽ നിന്ന് മൈസൂരിലേക്ക് തുറന്നു കിടക്കുന്ന താമരശ്ശേരി ചുരവും പേരിയ ചുരവുമുണ്ട്. കേരളവും മൈസൂരും തമ്മിലുള്ള ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും വെളിയിൽ നിന്നുള്ള ആക്രമണങ്ങൾക്ക് മാർഗമായി തീരുകയും ചെയ്തിട്ടുണ്ട് ഈ പാതകൾ. മധുര ജില്ലയിലെ ബോഡിനായ്ക്കന്നൂരുമായി ഇടുക്കി ജില്ലയിലെ പർവ്വതനിരകളെ ബന്ധപ്പെടുത്തുന്ന ബോഡിനായ്ക്കന്നൂർ പാത പഴയ കാലത്ത് പാണ്ടിയും തൊടുപുഴയും തമ്മിൽ കച്ചവടം നടത്തിപ്പോന്ന കമ്പം പാത, തിരുനെൽവേലിയിലേക്കുള്ള ട്രങ്ക് റോഡ്, കടന്നുപോകുന്ന ആര്യങ്കാവ് പാത എന്നിവയാണ് തിരുവിതാംകൂർ ഭാഗത്തെ പ്രധാനപ്പെട്ട പാതകൾ. ആലുവാമൊഴി പാതയാണ് മറ്റൊന്ന്. തിരുവനന്തപുരം തിരുനെൽവേലി റോഡ് ഇതുവഴി പോകുന്നു. ഈ പാതയിലൂടെയാണ് പഴയ കാലത്ത് പലപ്പോഴും തമിഴ്നാട്ട് രാജാക്കന്മാർ തെക്കൻ തിരുവിതാംകൂർ ആക്രമിക്കാറുണ്ടായിരുന്നത്. ആലുവാമൊഴി പാത ഇന്നത്തെ തിരുവിതാംകൂറിന് വെളിയിലാണെങ്കിലും അതിന് ദക്ഷിണ കേരളത്തിന്റെ സൈനിക ചരിത്രത്തിൽ ഗണ്യമായ പങ്കുണ്ട്.